ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരി ദുപ്പട്ടക്കൊക്കെ നമ്മൾ സ്കാലപ്പ് ചെയ്തെടുക്കൂലേ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് സ്കാലപ്പ് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണ് ഇതുപോലുള്ള മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റിച്ചിൻ്റെ അകലം കണ്ട ഇതേപോലെ ഇങ്ങനെ കൂടിപ്പോവുക, അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിൻ്റെ മേതെ തന്നെ ഇങ്ങനെ കട്ട കുത്തി സ്റ്റിച്ചായി പോവുക, അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് വന്നു, അങ്ങനെ വന്നു, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെഷീനിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്, ഏതൊക്കെ നമ്പറിലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുക്കുക. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ഈ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ചാർട്ട് പേപ്പർ ഇതേപോലെ വീതിക്ക് കട്ട് ചെയ്തത് ഒപ്പമാക്കിയിട്ട് മടക്കി എടുക്കും. ഈ മടക്ക് ഭാഗത്ത് നമുക്ക് ഈ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വീതിക്ക് മടക്കിയതുകൊണ്ട് രണ്ടെണ്ണം വരച്ചെടുക്കുന്നുണ്ട്. അതായത് ഒരെണ്ണത്തിൻ്റെ പകുതിയും ഒരെണ്ണം ഫുള്ളായിട്ടും വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കാലപ്പ് ചെയ്യേണ്ട സാരിയിലോ അല്ലെങ്കിൽ ദുപ്പട്ടയിലോ ഇതേപോലെ ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നോർമൽ ചോക്ക് വെച്ച് വരക്കാതെ ഇതേപോലുള്ള ഗ്ലാസ് പെൻസിൽ വെച്ചിട്ടൊക്കെ വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മാഞ്ഞു പോകില്ല. മീൻസ് നമ്മൾ മടക്കുക നീർത്തയും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചോക്കാകുമ്പോൾ പെട്ടെന്ന് മാഞ്ഞു പോകും. ഇതേപോലെയുള്ള പെൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റിങ്ങിൻ്റെ ഗ്ലാസ് പെൻസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ പെന്ന് വെച്ചിട്ട് വരക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ജെൽ പെന്ന് യൂസ് ചെയ്യരുത്. ബോൾ പെന്ന് വരക്കുകയാണെങ്കിൽ ബോൾ പെന്ന് യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ജെൽ പെന്നൊക്കെ ആകുമ്പോൾ നനഞ്ഞാൽ സ്പ്രെഡാകും, മഷി സ്പ്രെഡാകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെന്ന് വെച്ച് വരച്ചു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ മേതെ കൂടി സ്റ്റിച്ച് ചെയ്ത് പോകുന്നതല്ലേ, അപ്പോൾ ആ വരച്ചത് നമുക്ക് കാണില്ല. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതേപോലെ ഇനി അങ്ങോട്ടേക്ക് നീക്കി വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഫുൾ ലെങ്ത്ത് വരെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി ഇത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ്റെ സെറ്റിങ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെലക്ടർ നമുക്ക് സ്റ്റിച്ചിങ് നമുക്ക് വേണ്ടത് സിഗ്സാക്കിലുള്ള സ്റ്റിച്ചാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെലക്ടർ നമുക്ക് സിയിലേക്ക് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 0യിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഈ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ടെൻഷനും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ടെൻഷൻ നമുക്ക് ഇതാണ് ഇതിൻ്റെ ടെൻഷൻ ബാർ, ഇതും 0യിലാക്കി വെച്ച് കൊടുക്കാം. നമ്മൾ ഈ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടി വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടി ജസ്റ്റ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ആ മാർക്കിംഗ് ഒന്ന് പെന്നുകൊണ്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തുണി പിടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി ഒട്ടും ചുളുക്കില്ലാതെ 4 സൈഡിലേക്കും നല്ല രീതിയിൽ ഒരേപോലെ വലിച്ചു വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിൽ നിന്ന് വലിഞ്ഞു പോകുക അങ്ങനെയൊന്നുമല്ല, കറക്റ്റായിട്ട് പിടിക്കുക. ഇതേപോലെ ചുളുക്കൊന്നും വരരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നല്ല പെർഫെക്റ്റായിട്ട് 2 സൈഡിൽ നിന്നും ഇങ്ങനെ കറക്റ്റായിട്ട് വലിച്ചു പിടിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിങ്ങനെ ചുളുക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് മോശമായി പോകും. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മൾ ഇത്തിരി ക്ഷമയോടുകൂടി തന്നെ പതുക്കെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ചിങ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ച് തുണി നമ്മൾ സാധാരണ ബാക്കിൽ നിന്ന് വലിച്ചു കൊടുക്കൂലേ, അങ്ങനെ തുണിയൊക്കെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് വരുന്നത്. മനസ്സിലായോ? അടുപ്പിച്ച് വരാതെ നമ്മൾ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി വേഗം വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് പോകണതല്ലാതെ നമ്മൾ വലിച്ചിങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും, സ്റ്റിച്ചിൻ്റെ അകലം കൂടി പോയിട്ട് അകന്ന് സ്റ്റിച്ച് വീഴും. മനസ്സിലായോ? അതേപോലെ തന്നെ ഒരുപാട് സ്ലോയിലും സ്റ്റിച്ച് ചെയ്യേണ്ട. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂചി അടിച്ചു കൊടുത്ത് തന്നെ ഇടന്ന് അടിച്ചടിച്ച് കട്ട പിടിച്ചിട്ട് സ്റ്റിച്ചിങ്ങും വരും. അപ്പോൾ ഒരു മീഡിയം ഒരു ഇതിൽ നമ്മളൊന്ന് ആദ്യം ഒന്ന് പ്രാക്ടീസ്, ഒരു വേസ്റ്റ് തുണിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ചിലർ ക്യാൻവാസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ അത് ഞാനത്ര എൻകറേജ് ചെയ്യുന്നില്ല. കാരണം ആ ക്യാൻവാസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാൻവാസും കൂടി സ്റ്റിച്ച് ആവണമല്ലേ, പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്
എനിക്കത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. ഞാനത് അങ്ങനെ ട്രൈ ചെയ്തിട്ടുമില്ല കേട്ടോ. പിന്നെ ചിലർ ന്യൂസ് പേപ്പർ വെക്കാൻ പറയുന്നുണ്ട്. അത് ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ആ തുണി ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്താണ് നല്ല തുണി ഇങ്ങനെ ചുളുക്കില്ലാണ്ട് വിരിഞ്ഞ് നിൽക്കുമല്ലോ. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പറും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ആ സ്റ്റിച്ചിങ് വീഴുമ്പോൾ തന്നെ അത് കീറിപ്പോയിക്കോളും. പിന്നെ അത് നമുക്ക് വേറെ എക്സ്ട്രാ കീറുക അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. പിന്നെ ഒരു രീതിയിലും ട്രൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്കാലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നിട്ടുള്ളവർ ഞാൻ സജസ്റ്റ് ചെയ്യണത് നമ്മുടെ എംബ്രോയ്ഡറി ഹൂപ്പില്ലേ, വുഡൻ ഹൂപ്പ്, ആ ഹൂപ്പിൽ കുറച്ച് ഭാഗം നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് സ്പീഡായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, നമ്മളിപ്പോൾ സിഗ്സാക്കിൻ്റെ ആ ഒരു ഇതും സ്റ്റിച്ചിങ് ലെങ്ത്തും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കണ്ട ഈ വരച്ച ലൈൻ ഉണ്ടല്ലോ, കണ്ട കറക്റ്റ് ആ ലൈനിൽ കൂടി ഇങ്ങനെ നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യൂലേ, അതിനെങ്ങനെയാണ് നമ്മൾ തുണി നീക്കി കൊടുക്കുക, ആ രീതിയിൽ തന്നെ ജസ്റ്റ് തുണി ആ ഷേപ്പിനനുസരിച്ച് അതിൻ്റെ മേലെ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സിഗ്സാക്ക് സ്റ്റിച്ച് സെലക്ട് ചെയ്തതുകൊണ്ട് ഇതിൽ വീഴുന്ന സ്റ്റിച്ച് സിഗ്സാക്ക് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് സ്കാലപ്പിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട രീതി അത് തന്നെയാണ്. അതായത് ആ ഓരോ കോർണർ എത്തുമ്പോഴും സൂചി ഇതേപോലെ കുത്തി നിർത്തിയിട്ട് തിരിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്ന മിസ്റ്റേക്ക്, അതായത് സ്റ്റിച്ച് അകലം വന്നു പോണത് എന്തുകൊണ്ടാണെന്നുള്ളത്, അതായത് തുണി നമ്മൾ ഒരുപാട് വലിച്ചങ്ങോട്ട് നീക്കി കഴിയുമ്പോഴാണ് എന്തായി പോണത്, സ്റ്റിച്ചിൻ്റെ അകലം കൂടി ഗ്യാപ്പായിട്ട് വീഴുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ കോർണർ സൈഡ് ഉണ്ടല്ലോ, ഈ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലത്തെ ആ ഒരു സർക്കിളും നമ്മളങ്ങനെ റൗണ്ട് ഷേപ്പിൽ വരച്ചില്ലേ, ആ രണ്ട് സൈഡിലുള്ളതിനെയും ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഗോബി ഷേപ്പിലൊന്ന് വരച്ച് ജോയിൻ ചെയ്തെടുക്കുക. കോർണറിലെത്തുമ്പോൾ സൂചി ഇതേപോലെ കുത്തി നിർത്തിയിട്ട് നമുക്ക് തുണി തിരിച്ചു കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കോർണർ ഭാഗം, രണ്ട് സൈഡും ജോയിൻ ആവണ കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ 4 കോർണേഴ്സും ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ സൈഡും നമുക്കിതുപോലെ സ്കാലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു സോൾഡറിങ് അയൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി സോൾഡറിങ് അയൺ കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിൻ്റെ തീ ഉണ്ടല്ലോ, ഇതിൻ്റെ അരികിലൂടെ ഒന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് മുട്ടിച്ച് കൊടുത്താൽ മതി. തീയല്ലേ, അതിങ്ങനെ ഉരുകി വിട്ടു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത നൂലുണ്ടല്ലോ അതുമ്മൽ കൊള്ളാണ്ട് നോക്കിയാൽ മതി. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ തുണി ഉണ്ടല്ലോ, ഇപ്പോൾ ജോർജറ്റാണ് എൻ്റെ ഈ ഷോളിൻ്റെ മെറ്റീരിയൽ, അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഉരുകിയിട്ട് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ സ്കാലപ്പ് ഉണ്ടല്ലോ, സ്കാലപ്പിൻ്റെ അത് ബോർഡറായിട്ട് ഇങ്ങനെ നിന്നോളും. അപ്പോൾ നമ്മുടെ ആ തുണി ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ ഇതിൻ്റെ അരികിലൂടെ നമുക്ക് ഇതേപോലെ ചന്ദനത്തിരിയുടെ തീ വെച്ചിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം സ്കാലപ്പ് ചെയ്തതിന്. ഓക്കെ, പിന്നെ ചന്ദനത്തിരി യൂസ് ചെയ്തിട്ടാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരി ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോകും മീൻസ് നമ്മൾ ഉരുക്കിയെടുത്ത ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി അതുമ്മൽ ഇങ്ങനെ ചെറുങ്ങനെ ഉരുക്കി പിടിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കെട്ടുപോകുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് അടർന്ന് നമ്മുടെ ഇതിലേക്ക് തുണിയിലേക്ക് വീഴുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. എന്നാൽ തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ അയൺ ചെയ്യണ ഭാഗത്തുനിന്ന് ബാക്കിയുള്ള ഷോളിൻ്റെ ഭാഗങ്ങൾ നീക്കി മാറ്റി വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഈ ഒരു ഇത് മൊത്തം ഈ ചന്ദനത്തിരി വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തത്. സോൾഡറിങ് അയണൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെ തീ അടർന്ന് വീഴുന്ന പ്രശ്നമൊന്നും വന്നില്ല. ആകെ വന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ തിരി കെട്ടുപോകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈറ്റർ എടുത്ത് വെച്ച് അത് കത്തിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ 4 സൈഡും നമുക്കൊന്ന് ഉരുക്കി സ്കാലപ്പ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 2 മീറ്ററിൻ്റെ ഷോളാണ്. നല്ല വീതിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ 4 സൈഡിലും ചെയ്തത് അപ്പോൾ ഒരു 5 മീറ്ററോളം വന്നിട്ടുണ്ട്. പക്ഷേ ഈ 5 മീറ്റർ ചെയ്തെടുക്കാൻ എനിക്ക്
2 ചന്ദനത്തിരിയാണ് ഞാൻ യൂസ് ചെയ്തത്. സോൾഡറിങ് അയൺ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എളുപ്പമാണ് കേട്ടോ കുറച്ചും കൂടിയും. പിന്നെ അത് സ്ഥിരം യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയാൽ നഷ്ടമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരെണ്ണമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡ്രസ്സ് മാത്രം ചെയ്യാൻ വേണ്ടി അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ചന്ദനത്തിരിയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തീയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അത് നമ്മുടെ മറ്റുള്ള ഭാഗത്തൊന്നും കൊള്ളാതെ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ വർക്ക് ഇല്ലേ, ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റുമ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലേ.